പ്രിയ സജ്ജനങ്ങളെ, സാദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ഭീഷ്മരെ കുറിച്ചാണ്. ശ്രീരാമൻ, ഭരതൻ, കൃഷ്ണൻ, ഭീഷ്മർ. മഹാഭാരതത്തിലെ തുടക്കം മുതൽ ഒടുക്കം വരെ നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായ കഥാപാത്രമാണ് ഭീഷ്മൻ. ശന്തനു മഹാരാജാവിൻ്റെ മകനാണ്. ശന്തനു മഹാരാജാവിന് ഗംഗയോട് പ്രണയം തോന്നുകയും ഗംഗയോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും ഗംഗ അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഒരു കണ്ടീഷൻ വച്ചു. എൻ്റെ ഒരാഗ്രഹത്തിനും എതിര് പറയാൻ പാടില്ല. അത് സമ്മതിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ആദ്യത്തെ കുട്ടി ജനിച്ചു. ഗംഗ കൊണ്ടുപോയിട്ട് നദിയിലെറിഞ്ഞു. 7 മക്കളെയും ഗംഗ നദിയിൽ ഉപേക്ഷിച്ചു. 8ാമത്തെ കുട്ടിയെ നദിയിലേക്ക് ഒഴുക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അത് ശന്തനു തടുത്തു. ഈ കുഞ്ഞിനെയെങ്കിലും എനിക്ക് വേണം. അപ്പോഴാണ് ഗംഗ ഞാൻ എന്തുകൊണ്ട് 7 മക്കളെ നദിയിൽ ഒഴുക്കി എന്നതിൻ്റെ കഥ പറയുന്നത്. ദേവഗണത്തിൽപ്പെട്ട അഷ്ടവസുക്കൾ ഒരിക്കൽ വസിഷ്ഠ മഹർഷിയുടെ നന്ദിനി പശുവിനെ മോഷ്ടിച്ചു. മഹർഷി അവരെ ശപിച്ചു കളഞ്ഞു. ഭൂമിയിൽ മനുഷ്യരായി പിറന്നു പോകട്ടെ. അവർ ദേവനോട്, മഹർഷിയോട് ക്ഷമയാചിച്ചു. മഹർഷി പറഞ്ഞു, നിങ്ങൾ ജനിച്ച ഉടനെ നിങ്ങൾക്ക് മോക്ഷം കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ഗംഗയോട് പറയുക. ഗംഗ ഭൂമിയിൽ അവതരിച്ച് നിങ്ങളെ പ്രസവിച്ച് നിങ്ങൾക്ക് ഉടനെ തന്നെ ദേവനിലേക്ക് പുനഃപ്രവേശനം നൽകുന്നതാണ് എന്ന് പറഞ്ഞു. ഈ അടിസ്ഥാനത്തിൽ 7 വസുക്കളിൽ 7 ആളും പ്രസവിച്ച ഉടനെ തന്നെ വീണ്ടും ദേവന്മാരായി. 8ാമത്തെ വസുവായിരുന്നു പശുവിനെ മോഷ്ടിച്ചത്. അതുകൊണ്ട് അവൻ മനുഷ്യനായി തന്നെ തുടരുവാനും തീരുമാനിച്ചു. ശന്തനുവിനോട് ഗംഗ പറഞ്ഞു, ഞാൻ ഇവനെയും കൊണ്ടുപോകുന്നു. സകല വിദ്യകളും അഭ്യസിച്ച് അങ്ങേക്ക് ഇവനെ തിരിച്ചു നൽകുന്നതാണ് എന്ന്. അങ്ങനെ 16ാമത്തെ വയസ്സിലാണ് ശന്തനു തൻ്റെ മകനെ തിരിച്ചെടുക്കുന്നത്. സത്യവ്രതൻ, ഗംഗാദത്തൻ എന്നീ 2 പേരുകളിൽ അവൻ അറിയപ്പെട്ടു. പിന്നീടൊരിക്കൽ ശന്തനു മഹാരാജാവിന് മറ്റൊരു സ്ത്രീ, മുക്കുവസ്ത്രീയായ സത്യവതിയോട് പ്രണയം തോന്നുകയും അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. പക്ഷെ പിതാവിനോട് ചോദിക്കണമെന്ന് സത്യവതി പറഞ്ഞപ്പോൾ പിതാവിനെ ചെന്ന് കണ്ടു. എന്നാൽ സത്യവതിയുടെ അച്ഛൻ പറഞ്ഞു, സത്യവതിയിൽ ജനിക്കുന്ന മക്കളെ അല്ലെങ്കിൽ മകനെ രാജാവാക്കണം. അപ്പോൾ പറഞ്ഞു, അത് പറ്റില്ല. ഞാൻ യുവരാജാവായിട്ട് എൻ്റെ മകൻ ഗംഗാദത്തനെ വാഴിച്ചു കഴിഞ്ഞു. എങ്കിൽ എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരുന്നതല്ല. വളരെ ദുഃഖിതനായി, ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെയായ രാജാവ് ഈ കാര്യം ഗംഗാദത്തൻ അറിഞ്ഞു. ഗംഗാദത്തൻ അച്ഛന് പെണ്ണ് ചോദിക്കാൻ വേണ്ടിയിട്ട് മുക്കുവന്റെ കുടിലെത്തുകയും അവിടെ ചർച്ച ചെയ്യുകയും ഒടുവിൽ താൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്തു. അതോടുകൂടി ആ ഭീഷ്മമായ പ്രതിജ്ഞ കൊണ്ടാണ് അദ്ദേഹത്തെ ഭീഷ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. തുടർന്ന് ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ മക്കൾ ജനിക്കുന്നു. തൊട്ടടുത്ത രാജ്യത്തെ രാജാവിൻ്റെ 3 പെൺമക്കളുടെ വിവാഹത്തിന് ഈ രാജകുമാരന്മാരെ ക്ഷണിക്കുന്നില്ല. ചിത്രവീരനും വിചിത്രവീരനും, അതായത് സത്യവതിയുടെ മക്കൾ. അങ്ങനെ ആ 3 രാജകുമാരിയെ പിടിച്ചു കൊണ്ടുവരികയാണ്. അതിൽ അംബ എന്ന രാജകുമാരി പറഞ്ഞു, ഞാൻ മറ്റൊരു രാജാവുമായി പ്രണയത്തിലാണ്, ആയതിനാൽ എന്നെ വെറുതെ വിടണം. അവളെ വെറുതെ വിട്ടു. പക്ഷെ ആ രാജാവ് സ്വീകരിക്കുവാൻ തയ്യാറായില്ല. മറ്റൊരുവൻ പിടിച്ചുകൊണ്ടുപോയ സ്ത്രീയെ ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൾ അപേക്ഷയുമായിട്ട് തിരിച്ച് ഭീഷ്മരുടെ അരികിൽ വന്നു. എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ ഭീഷ്മനോടുള്ള കോപം സഹിക്കാൻ വയ്യാതെ അവൾ ആത്മാഹുതി നടത്തുകയും അടുത്ത ജന്മത്തിൽ ഞാൻ നിന്നെ കൊല്ലുവാൻ വേണ്ടി മറ്റൊരു രൂപത്തിൽ വരുമെന്നും പറഞ്ഞു. അതാണ് ശിഖണ്ഡിയുടെ രൂപത്തിൽ പിന്നീട് അംബ പുനർജനിക്കുന്നത്. കാലങ്ങളേറെ കഴിഞ്ഞു. മഹാഭാരത യുദ്ധത്തിൻ്റെ കാരണമായ പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് കൗരവ സദസ്സിൽ മിണ്ടാതെയിരുന്ന ഭീഷ്മൻ, ഈ അനീതിയെ പ്രതികരിക്കാതിരുന്ന ഭീഷ്മൻ, ആ ഭീഷ്മന്റെ ശരീരത്തിലേക്കാണ് ശിഖണ്ഡിയെ മുൻനിർത്തി ആയുധമെയ്തുകൊണ്ട് 10ാമത്തെ നാൾ, യുദ്ധത്തിൻ്റെ 10ാമത്തെ നാൾ അദ്ദേഹം ശരശയ്യയിലാകുന്നു. ആ ശരശയ്യയിൽ വെച്ചാണ് യുധിഷ്ഠിരന് ഭീഷ്മൻ ഉപദേശം നൽകുന്നത്. മഹാഭാരതത്തിലെ ഭീഷ്മോപദേശം വളരെ അർത്ഥവത്തായ ഉപദേശങ്ങളായി ഗണിക്കപ്പെടുന്നു. ആ ഭീഷ്മനെയാണ് ഏകാത്മതാ സ്തോത്രത്തിൽ നാം നമസ്കരിക്കുന്നത്.
നന്ദി, നമസ്കാരം. വന്ദേ മാതരം.